എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു. ജയപരാജയങ്ങൾ അറിഞ്ഞു. LDF ചെറിയ പരാജയം സംഭവിച്ചത് യാഥാർത്ഥ്യമാണ്. LDF വികസനത്തിന് വോട്ട് ചോദിച്ചു. ജനങ്ങൾ വിവാദത്തിൻ്റെ പിന്നാലെ പോയി. എല്ലാ വികസനത്തെയും തടസ്സപ്പെടുത്തിയവർക്ക് വോട്ടും കിട്ടി, വികസനം നടത്തിയവർക്ക് വോട്ടും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കാരണന്മാർ പറഞ്ഞത് ആളുകളേറിയ അമൃതം വിഷം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കേണ്ട കാര്യങ്ങൾ ലോകത്തിന് മുമ്പിലും രാജ്യത്തിന് മാതൃകയായിട്ട് കേരളം അംഗീകാരം നേടിയിട്ട് അത്രയും വികസനം ചെയ്തതിനുകൊണ്ടാണ് നമുക്ക് അംഗീകാരം കിട്ടുക. അതാണ് മറ്റേ രാജ്യം തന്നെ നമ്മൾ അംഗീകരിച്ചത്. പക്ഷേ ജനങ്ങൾ അതല്ല ചിന്തിച്ചേക്കുന്നത്. ജനങ്ങൾ വിവാദം സൃഷ്ടിച്ച ആൾക്കാരുടെ വാക്കിട്ട് അതിൻ്റെ പിന്നാലെ പോയി. നമ്മുടെ ഏത് വികസനത്തെയും തുരങ്കം വെച്ചത് നമ്മുടെ കേരളത്തെ പ്രതിപക്ഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്. നമ്മളെ പിന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്കെല്ലാം അവിടെ ചെയ്ത ഒരു സേവനം നോക്ക്. ഇപ്പോൾ അവിടെ തിരുവനന്തപുരം ജില്ലയിൽ ആർക്കവിടെ വനത്ത് വരാൻ കഴിയുന്നു നഗരസഭയിൽ. അതാ പറഞ്ഞത്, വിവാദത്തിന് പിന്നാലെ ജനങ്ങൾ പോയി വികസനത്തിന് പിന്നിൽ വന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ ഇനി അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. അപ്പോൾ അതിൽ ജനങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് കണക്കൂട്ടും. കാരണം കേരളത്തിലെ ഗവൺമെൻറ് നിറയെ കോടിക്കണക്കിന് നമുക്ക് കേന്ദ്രം തരാനുണ്ട്. അതെല്ലാം തരാതിരിക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തിയത്. ഇപ്പോൾ പെൻഷൻ ഇനെ തന്നെ അനേകം കോടികൾ നമുക്ക് തരാനുണ്ട്, നമ്മുടെ വീതമായിട്ടുള്ളത്. അത് കിട്ടിയില്ല. എത്ര പേർക്ക് അവിടെ പെൻഷൻ കൊടുക്കും? 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കും 2000 വെച്ചിട്ട്. എത്ര പേർക്ക് വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നു? എത്ര പേർക്ക് പട്ടയം കൊടുത്തിരിക്കുന്നു? എന്തെല്ലാം വികസനങ്ങൾക്ക് സ്കൂളുകൾ എത്ര നിർമ്മിച്ചു? എത്ര പിന്നെ ആശുപത്രി പുരോഗമിച്ചു? എത്ര പിന്നെ മറ്റു വികസനങ്ങൾ ചെയ്തിരിക്കും? വ്യക്തിഗത കൂടി എത്ര കൊടുത്തിരിക്കും? അതൊന്നും ജനങ്ങൾക്ക് വിഷയമല്ല. നമ്മുടെ ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് വയനാട് ചൂരൽമല ഉണ്ടാക്കി വന്നത്. അവിടെ നിന്ന് അതിൻ്റെ പേര് പറഞ്ഞിട്ട് പൈസ പിരിച്ചു, വീട്ടിലാക്കി കൊടുക്കാൻ പറഞ്ഞു. എന്തെല്ലാം ചെയ്തു? അവർക്ക് വോട്ടില്ല. ഗവൺമെൻറ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ ഗവൺമെൻറ് ജനങ്ങൾ നിശ്ചയിച്ചു. എന്തുകൊണ്ട്? നിറയെ കിട്ടുകൊണ്ടാണ് നിശ്ചയിച്ച്. ഇല്ല എങ്കിലേ ഇല്ല എന്ന് പറയുന്നുള്ളൂ. നിറയെ കിട്ടുമ്പോൾ ഒന്നും തന്നിട്ടില്ല എന്ന് പറയുന്നവർ കൂടി എന്നുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്വന്തം വോട്ടപ്പെട്ടിയ പേര് പോലും ചിലർക്ക് അറിയില്ല, ഉണ്ടോന്നും കൂടി അറിയില്ല. അങ്ങനെയുള്ള പിന്നെ രാജ്യത്തിൻ്റെ നാട്ടിലെ വികസനത്തെ അവർ അറിയില്ല. നുണപ്പഴത്തിന് പിന്നാലെയും മാധ്യമങ്ങൾ എന്താ പറയുക അതിൻ്റെ പിന്നാലെ പോയി. യാഥാർത്ഥ്യം അപ്പുറം നിൽക്കുകയാണ്. ഇതാ സത്യം ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഒരിടങ്ങളിൽ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടിയതിനെ അംഗീകരിക്കണ്ടേ? അത് മറ്റൊരു പറയുമ്പോൾ ശരിയാണ്, എനിക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെ എന്താ അറിയുക, നമ്മളെ മലയാളികളാണ്. എത്ര നമുക്ക് കിട്ടിയാൽ ആഗ്രഹം തീരില്ല, ആശകൾ തീരില്ല. എന്നാൽ അന്യ സംസ്ഥാനങ്ങൾ അതിന് വഴിയില്ലാത്തതുകൊണ്ട്, ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അനേക ആൾക്ക് നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കും. അപ്പോൾ നമ്മുടെ വികസനം ചെയ്യുകൊണ്ടാണ് അവർക്ക് ഇവിടെ പണി കിട്ടുന്നത്. നമ്മുടെ പശ്ചാത്തല സൗകര്യം ഒരുക്കൊണ്ടാണ് അവർക്ക് ഇവിടെ തൊഴിലെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ പല കാര്യങ്ങളും ഇവിടെ നല്ലതാക്കിക്കൊണ്ട് അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. ഇത് നമ്മുടെ മലയാളികളെ തിരിച്ചറിയുന്ന എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കേരളത്തിലും ഇന്ത്യക്കും മാതൃകയായിട്ട് കേരളത്തിലെ പിണറായി സർക്കാർ മുന്നോട്ട് പോയത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണോ ഇതിൻ്റെ അർത്ഥം? നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പുറം ഒന്നും പറയാനില്ല.